ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നായർ സദ്യക്ക് ലഭിക്കുന്ന തൈര് പച്ചടിയാണ്. എങ്ങനെയാണ് നമുക്ക് പോയി കണ്ടിട്ട് വരാം. വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ്. 5 ടേബിൾ സ്പൂണാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം തേങ്ങ ചിരണ്ടിയത് ഒരു 3 ടേബിൾ സ്പൂണ്. പിന്നെ ഉപ്പില്ലാത്ത ഒരു കാര്യവുമില്ല, ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കടുകാണ്. അതും നമുക്ക് എണ്ണ താളിക്കാനും വേണം, അതുപോലെ തേങ്ങയുടെ കൂടെ അരയ്ക്കാനും നമുക്ക് വേണം. ഇഞ്ചിയും നമുക്ക് 1 ടീസ്പൂൺ വേണം, അത് കടുക് താളിക്കാനും വേണം, തേങ്ങയുടെ കൂടെ അരയ്ക്കാനും വേണം. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കൊച്ചുള്ളിയാണ്. ഇത് തേങ്ങയുടെ കൂടെ വേണമെങ്കിലും അരയ്ക്കാം, കടുക് താളിക്കാനും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് റെഡ് ചില്ലിയാണ്, അതായത് ഉണക്കമുളക്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉണ്ടമുളകാണ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നമുക്ക് കടുക് താളിക്കാനും വേണം, തേങ്ങയുടെ കൂടെ അരയ്ക്കാനും നമുക്ക് ആവശ്യത്തിന് എരിവനുസരിച്ച്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഫ്രഷ് യോഗട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കട്ട തൈര്, സ്പൂൺ കൊണ്ട് നല്ല ഐസ്ക്രീം പോലെ എടുക്കാൻ പറ്റുന്ന തൈരാണ്. തൈര് ഒരു 5 ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുക. അതിനുശേഷം ഒരു ബോട്ടിൽ ഫുള്ള് എടുക്കേണ്ടി വന്നു കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം ഇതിനൊക്കെ വേണ്ടി അരപ്പ് നമുക്ക് എടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ, ഇത്തിരി കൂടി കൂടുതൽ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയുടെ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഞാൻ പച്ചക്കടുക് ചേർത്തിട്ടുണ്ട്. അത് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കാം, അല്ലെങ്കിൽ 1/2 സ്പൂൺ ചേർത്താൽ മതി. പിന്നെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സ്വല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വെണ്ണ പോലെ അരയ്ക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അളവ് ഇത്തിരി കുറയ്ക്കാൻ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് കടുക് താളിക്കാനായിട്ടുള്ള ഐറ്റംസാണ്. കറിവേപ്പില, അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഇഞ്ചി, പച്ചമുളക്. അതിനുശേഷം ഒരു ചട്ടി വെക്കുക. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് എണ്ണ ഇങ്ങനെ ഉറഞ്ഞിരിക്കുകയാണ്, അത് കാരണം അതിനുള്ളിൽ നിന്ന് വീഴാൻ ഇത്തിരി പാടാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അതിനകത്തുനിന്ന് എല്ലാം എടുത്തിട്ടത്. തീൻ്റെ മുകളിൽ പിടിച്ച് ചൂടാക്കാൻ പറ്റില്ലല്ലോ, കുപ്പി എങ്ങാനും ഉരുകിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനുശേഷം ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ താളിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് താളിച്ചെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങയുടെ അരപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അത് നമ്മൾ ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ തേങ്ങയും വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വേണ്ട ആവി വറക്കണ ആ ഒരു പരുവം നന്നായിട്ട് വരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ചൂടായി കഴിയും, നന്നായിട്ട് ചൂടാവണം. അങ്ങനെ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് എന്ന് വെച്ചാൽ അന്ന് സിമ്മിലിട്ടുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഓൾറെഡി ചട്ടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, അപ്പം ചട്ടി നന്നായിട്ട് ചൂടാവും. അപ്പോൾ അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അങ്ങനെ ഒരു വെള്ളമൊക്കെ വറ്റിയൊരു പരുവാകുമ്പോഴേക്കും നമ്മളതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുക. ഈ തൈര് ചേർക്കുന്ന സമയത്തും നമ്മൾ ഗ്യാസ് സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് തിളയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ കൈ പിടിക്കുമ്പോൾ കയ്യിൽ ആവി തട്ടണ ചൂടില്ലേ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടാണ്ട് ഈ സമയത്ത് വേണം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇട്ടപ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. എനിക്കതൊരു അങ്ങനെ ഇട്ടാണ് എനിക്ക് ശീലം. അങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്തിട്ടൊന്നും വലിയ ശീലമൊന്നുമില്ല. കൈ കൊണ്ടൊക്കെ തട്ടിയിടുക, പാത്രത്തോടെ തട്ടിയിടുക, അതാണ് ശീലം. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടുകയും കുറയൊന്നുമില്ല. അതൊരു എന്താ പറയുക, അതൊരു പരിചയമാണ്. അങ്ങനെ ഇട്ട് ശീലിച്ച കാരണം കൂടാതെയും കുറയാതെയൊക്കെ ഇരുന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അത് കണ്ട അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പിച്ചിരി കുറവാന്ന് തോന്നുന്നുണ്ട്, കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് നമുക്കത് മറ്റൊരു ഡിഷിലേക്ക് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം. വിളമ്പുന്നതിന് മുമ്പായിട്ട് 2 കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. നല്ല ടേസ്റ്റിയായിട്ട്, നല്ല ടേസ്റ്റോടു കൂടി തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ ഓളെന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ബൈ.